സുരേഷിനെ യു.ഡി.എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് യു.ഡി.എഫ് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കം അതിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരും. സുരേഷ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ എന്തുകൊണ്ടാണ് തിരിച്ചെടുക്കാത്തത് എന്നതിനെ സംബന്ധിച്ചിട്ട് ഒരു വ്യക്തത CPM തന്നെ ഇതുവരെ തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, PK ശശിയുടെ പിൻബലമില്ലാതെ അവിടുത്തെ സഖാക്കന്മാർക്ക് ഇത്രയും ധൈര്യത്തോടു കൂടി, പ്രത്യേകിച്ച് ഷൊർണൂരൊക്കെ ഇത്രയും ധൈര്യത്തോടു കൂടി രംഗത്ത് വരാനായിട്ടുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. സുരേഷിനെ പോലെയുള്ള ആളുകളുടെ UDF പ്രവേശം തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സമയത്ത് ഉള്ള സുരേഷിൻ്റെ കാലുമാറ്റം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ ഒരു CPMനെ വിശദീകരിക്കാൻ സാധിക്കാത്ത വിധമുള്ള ഒരു തലവേദനയായിട്ട് മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ആകൃഷ്ടനായിട്ടായിരിക്കാം ഈ അൽഫോൺസ് കണ്ണന്താനമൊക്കെ പോയതുപോലെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ റെജി ലൂക്കോസിൻ്റെ BJP പ്രവേശനം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എത്ര വർഷമായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് റെജി ലൂക്കോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹസ്കർ എന്ന് പറയുന്നത്. നമസ്കാരം. ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികരൊന്നാകെ കോൺഗ്രസിലേക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കുമൊക്കെ ചേക്കേറുന്ന ഒരു സാഹചര്യമുണ്ട്. ഹസ്കർ മുതൽ ഏറ്റവും അവസാനം സുരേഷ് വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു നിര അതിനുള്ള ഒരു ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സഹയാത്രികർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറുന്നത്? ഇടതുപക്ഷ സഹയാത്രികർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പരിശോധിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഹസ്കറിനെ സംബന്ധിച്ചിട്ടും സുരേഷിനെ സംബന്ധിച്ചിട്ടും അതോടൊപ്പം തന്നെ റെജി ലൂക്കോസിനെ സംബന്ധിച്ചിട്ടും ഒക്കെ കൃത്യമായിട്ടൊരു ഇടതുപക്ഷ അടിത്തറ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഇവർ മൂന്നുപേരും എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. പക്ഷേ പ്രേംകുമാറിൻ്റെ ഒക്കെ കാര്യം വരുമ്പോഴത്തേക്ക് അത് വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന് ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നൊന്നും വിളിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കത്തില്ല. കാരണം അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികൻ ആണ് എന്ന് അഭിനയിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റി അതിനുശേഷം മറ്റൊരു അധികാര കേന്ദ്രം തേടി പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന് യാതൊരുവിധ രാഷ്ട്രീയ പ്രസക്തിയും ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ നമ്മളിവിടെ എടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുരേഷിൻ്റെയാണ്. സുരേഷിനെ യു.ഡി.എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് യു.ഡി.എഫ് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കം അതിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരും. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലമ്പുഴയിൽ VS MLA ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് VS പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കുക. അപ്പോൾ ഈ അവസരത്തിൽ VSൻ്റെ സന്തത സഹചാരിയായിരുന്നു സുരേഷ്. അപ്പോൾ സുരേഷിൻ്റെ UDF പ്രവേശനം എന്ന് പറയുന്നത് ഇടതുപക്ഷത്ത് ചെറിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സുരേഷ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ എന്തുകൊണ്ടാണ് തിരിച്ചെടുക്കാത്തത് എന്നതിനെ സംബന്ധിച്ചിട്ട് ഒരു വ്യക്തത CPM തന്നെ ഇതുവരെ തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വിദേശ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്തു. അതിന് ശേഷമാണ് ഇപ്പോൾ മടങ്ങി വീണ്ടും നാട്ടിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇനി ഒരു റിട്ടയർമെന്റ് ലൈഫ് അത് പൊതുസേവനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ കൂടി അതിനകത്തുണ്ട്. ചില ഇടതുപക്ഷ ചിന്തകൾ അവിടെ ഉയർന്നു വരുവാനായിട്ട് കാരണമാകും എന്നുകൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് ഇപ്പോൾ PK ശശി ഉയർത്തുന്ന വിവാദങ്ങളുണ്ട്. PK ശശി LDFനൊപ്പമാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ PK ശശിയുടെ പിന്തുണയില്ലാതെ അവിടെ മറ്റൊരു പാർട്ടി പിറക്കില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയോ അങ്ങനെ എന്തൊരു പുതിയ പാർട്ടി തന്നെ വരുന്നുണ്ട്. പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, PK ശശിയുടെ പിൻബലമില്ലാതെ അവിടുത്തെ സഖാക്കന്മാർക്ക് ഇത്രയും ധൈര്യത്തോടു കൂടി, പ്രത്യേകിച്ച് ഷൊർണൂരൊക്കെ ഇത്രയും ധൈര്യത്തോടു കൂടി രംഗത്ത് വരാനായിട്ടുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷിനെ പോലെയുള്ള ആളുകളുടെ UDF പ്രവേശം തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയൊക്കെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് വേണമായിരുന്നു പാർട്ടി മുമ്പോട്ട് പോകാനായിട്ട്. കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VSന്റെ കൂടെയുള്ള സന്തത സഹചാരിയായിരുന്നു. മലമ്പുഴ മണ്ഡലത്തിന്റെ ഓരോ മുക്കും മൂലയും അദ്ദേഹത്തിന് കാണാപ്പാടമാണ്. അതുകൂടാണ്ട് പാലക്കാട് ജില്ലയിൽ തന്നെ ഇത് പ്രതിഫലിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ഇലക്ഷൻ്റെ സമയത്ത്, ഈ ഇലക്ഷൻ്റെ 2 മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയത്ത് ഉള്ള സുരേഷിൻ്റെ കാലുമാറ്റം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ ഒരു CPMനെ വിശദീകരിക്കാൻ സാധിക്കാത്ത വിധമുള്ള ഒരു തലവേദനയായിട്ട് മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. മലമ്പുഴയിൽ സുരേഷ് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതല്ല കാര്യം. മറിച്ച് സുരേഷിൻ്റെ ഈ ഒരു നിലപാട് മാറ്റം
അത് സംസ്ഥാനത്തുടനീളം ചർച്ച ചെയ്യപ്പെടും എന്നുള്ളിടത്താണ് CPM-നെ സംബന്ധിച്ച് CPM-ന് അത് തലവേദനയായിട്ട് മാറുന്നത് എന്നുള്ള കാര്യം CPM ആലോചിക്കേണ്ടിയിരുന്നു. കാരണം ഇങ്ങനെയുള്ള ചെറിയ വീഴ്ചകളാണ് വലിയ വലിയ വീഴ്ചകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ VD സതീശൻ നയിക്കുന്ന പുതിയ യാത്ര പാലക്കാട്ടേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. പാലക്കാട്ടേക്ക് കടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം സുരേഷ് പുതിയ യാത്രയിൽ അണിചേർന്നുകൊണ്ടാണ് UDF പ്രവേശം പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ റെജി ലൂക്കോസിൻ്റെയും ഹസ്കറിൻ്റെയും അത് ഒരേ രീതിയിൽ തന്നെ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ്. ഈ ഇടത് സഹയാത്രികർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ, അല്ലെങ്കിൽ ഇടത് മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹസ്കറും അതോടൊപ്പം തന്നെ റെജി ലൂക്കോസും ഒക്കെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ചാനൽ ചർച്ചകളിൽ CPM-നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം പണിപ്പെടുന്ന കാഴ്ച പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷം ഉയർത്തുന്ന സമയത്ത് ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ഇവർ പലതിനെയും പ്രതിരോധിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് CPM അനുകൂല നിലപാടുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ചർച്ചകളിൽ സംസാരിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവരും തിരിച്ചെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ഒരു MLA സ്ഥാനമോ മന്ത്രിസ്ഥാനമോ ഒന്നും ആയിരിക്കില്ല. പക്ഷേ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചില നേട്ടങ്ങൾ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ നേട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില ആഗ്രഹങ്ങൾ അവരെ നിരാശപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടാവാം. ഒരുപക്ഷെ അവരുടെക്കാൾ ജൂനിയറായിട്ട് വന്നിട്ടുള്ള പല ആളുകളെയും അംഗീകരിക്കുകയും അവർക്ക് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് വേണ്ട രീതിയിലുള്ളൊരു അക്സെപ്റ്റൻസ്, ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു ബഹുമാനം ലഭിക്കുന്നില്ല എന്ന തോന്നലുകളാണ് ഇവരെ രണ്ടുപേരെയും ഇടതുപക്ഷത്തു നിന്ന് വലതുപക്ഷത്തേക്ക് എത്തിക്കാൻ കാരണമായത് എന്നെനിക്ക് തോന്നുന്നു. അതുകൂടാതെ ഹസ്കർ ഇപ്പോൾ പോയി ചേർന്നിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് RSP ആണ്. RSPയിൽ അദ്ദേഹം ചേർന്നതിന് പിന്നിൽ നമ്മൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മത്സരിക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില ആഗ്രഹങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. പക്ഷേ RSP പോലുള്ളൊരു പാർട്ടി ഏത് തരത്തിൽ എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ബേബി ജോണിൻ്റെ മകനായിട്ടുള്ള ഷിബു ബേബി ജോൺ, മക്കൾ രാഷ്ട്രീയം ഏറ്റവും കൂടുതലായിട്ട് ഉള്ളൊരു പാർട്ടിയാണ് ഈ RSP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദിവാകരൻ സഹാവിൻ്റെ മകനായിരുന്നു ബാബു ദിവാകരൻ. അതുകൂടാതെ ഇപ്പോൾ NK പ്രേമേന്ദ്രൻ്റെ മകനായിട്ടുള്ള കാർത്തിക് പ്രേമേന്ദ്രൻ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മക്കൾ രാഷ്ട്രീയം അരങ്ങുവാഴുന്ന RSPയിലേക്കൊക്കെ പോയിട്ട് അദ്ദേഹത്തിന് അവിടെ എന്ത് വിപ്ലവം അല്ലെങ്കിൽ എന്ത് ഇടത് ചിന്ത സൃഷ്ടിക്കാനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് അവ്യക്തതയുണ്ട്. റെജി ലൂക്കോസിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ആകൃഷ്ടനായിട്ടായിരിക്കാം ഈ അൽഫോൻസ് കണ്ണന്താനമൊക്കെ പോയതുപോലെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ റെജി ലൂക്കോസിന്റെ BJP പ്രവേശനം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടാകുമ്പോൾ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട് അവർക്ക് വലിയ തലവേദനകൾ സൃഷ്ടിക്കും. വലിയ തലവേദനകൾ എന്ന് വെച്ചാൽ നിസ്സാര തലവേദനകളല്ല, ഇത് വെറും ഒരു നിലപാട് മാറ്റമല്ല. റെജി ലൂക്കോസ് കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കടുത്തുരുത്തിൽ മാത്രമല്ല, അദ്ദേഹത്തെ ഏറ്റുമാനൂരും BJP സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നുണ്ട്. 2 മണ്ഡലങ്ങളിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റെജി ലൂക്കോസിനെ BJPയുടെ സംസ്ഥാന വക്താവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൂടാതെ തന്നെ റെജി ലൂക്കോസിനെ പല ജില്ലാ സമ്മേളനങ്ങളും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. അതും രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് തന്നെയുള്ള ഇദ്ദേഹമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദൻ മാഷിൻ്റെ വിഷയത്തിൽ പാർട്ടി വളരെ ഗൗരവകരമായ ഇടപെടലുകൾ നടത്തി. അദ്ദേഹത്തെ തിരുത്താൻ സാധിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മക്കുറവിനെ മറ്റ് വലതുപക്ഷ കക്ഷികൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുത്തു. അവിടെ CPM-നെ സംബന്ധിച്ച് CPM വിജയിച്ചു. പക്ഷേ ഈ 4 പേരുടെ കാര്യത്തിൽ ഈ 4 പേരെന്ന് പറയാൻ സാധിക്കില്ല. പ്രേംകുമാറിനെ സംബന്ധിച്ചിട്ട് പ്രേംകുമാർ ഒരിക്കലും നമുക്ക് ഒരു ഇടത് സഹയാത്രികൻ എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. പ്രേംകുമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു നിലപാടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. കാരണം അദ്ദേഹം സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം എന്തോ വലിയൊരു സംഭവമാണ് എന്ന് ഉള്ളൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഏതൊക്കെയാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാകുന്ന ഈ നിലപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കൂടുമാറ്റം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിട്ട് ഒരു മുറിവാണ് അല്ലെങ്കിൽ ഒരു നാണക്കേടാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ട് പറയാനായിട്ട് ഒരുപാട് വികസന നേട്ടങ്ങളുണ്ട്. ഈ വികസന നേട്ടങ്ങളെക്കുറിച്ചല്ല പ്രതിപക്ഷം ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രതിപക്ഷം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശബരിമല വിഷയവും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളുമാണ് എന്നുള്ളിടത്താണ് ഈ സർക്കാർ ഭയക്കേണ്ടത്. കാരണം ഈ പെട്ടെന്ന് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണിപ്പോൾ ഈ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ പോലുള്ള സഹയാത്രികരാണ് ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് ഘോരം
CPM-ന് വേണ്ടിയിട്ടും സർക്കാരിന് വേണ്ടിയിട്ടൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. സർക്കാരിന്റെ നിലപാടുകൾ പലപ്പോഴും പൊതുജന മധ്യത്തിലേക്ക് എത്തിച്ചിരുന്നതും ഈ രീതിയിലുള്ള ആളുകളായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും റെജി ലൂക്കോസിന്റെ ഒരു മാറ്റം ഞാൻ ഏറെ അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ട ഒരു സംഗതിയാണ്. റെജി ലൂക്കോസ് BJP-യിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസവും അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ചിരുന്ന ഒരാളാണ്. ആ നിലയിൽ അദ്ദേഹത്തെ പെട്ടെന്നൊരു മാറ്റം BJP-യിലേക്ക് പോയ. പക്ഷെ അങ്ങനെ വന്നപ്പോഴൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ റെജി ലൂക്കോസിന്റെ രാഷ്ട്രീയ കൂടുമാറ്റം എന്ന് പറയുന്നത് 2 ദിവസം ചാനലുകൾ ചർച്ച ചെയ്തു. തലേ ദിവസം രാത്രി വരെ ശരിയായിരിക്കാം, ഞാൻ പറഞ്ഞല്ലോ. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ നിലപാടുകൾക്കപ്പുറത്ത് ചില നമ്മൾക്ക് എതിർപ്പുകൾ ഉണ്ട് എങ്കിൽ തന്നെയും ഞാൻ പറയുന്നത് എത്ര വർഷമായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് റെജി ലൂക്കോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹസ്കർ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ കുരുക്കുന്ന കെണിയിൽ പോയി നമ്മൾ പെടാതിരിക്കുക. മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് അവർ ചൂണ്ടയിട്ടുകൊണ്ടേയിരിക്കും. ആ ചൂണ്ടയിൽ പോയി കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അതിലേക്ക് പോയി കൊത്തിക്കൊടുത്തു എന്നുള്ളതാണ് ഹസ്കറിന്റെ പ്രശ്നം. ആ ഒരു നിലയിലേക്ക് ഇപ്പോൾ PK ശശിയും പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു അടിത്തറ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വരികയും കൃത്യമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ PK ശശിയും പാലക്കാട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷത്ത് നിന്നും കുറച്ച് ആളുകളേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കളമൊരുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഇതൊരു വെല്ലുവിളിയാകുമോ എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടത്. ഞാൻ പറയട്ടെ, CPM-ന്റെ അകത്തുനിന്ന് വിട്ടുപോയതിന് ശേഷം പിന്നീട് മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയോ അതല്ലെങ്കിൽ ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് പിന്നീട് അത് നാമമാത്രമായിട്ട് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ട്. ഇപ്പം നമ്മൾ CMP-യെ നോക്കൂ, അതിനുശേഷം വന്നിട്ടുള്ള JSS-നെ നോക്കൂ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? കാരണം അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത് എനിക്ക് തോന്നുന്നു RMPIക്ക് മാത്രം. RMPയെ സംബന്ധിച്ചിട്ടും RMPക്ക് ആ ഒരു ഏരിയയിൽ മാത്രമാണല്ലോ, ഒഞ്ചിയം വടകര ആ ഒരു ഏരിയയിൽ മാത്രമാണ് RMPയുടെ സ്വാധീനം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് RMP ഇല്ല എന്നുള്ളത് രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് വലിയൊരു ചർച്ചയായിട്ട് മാറും. ഇങ്ങനെയുള്ള ആളുകളുടെ കൊഴിഞ്ഞുപോക്കുകൾ വളരെ വലിയ ചർച്ചയായിട്ട് മാറും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അത് ഇലക്ഷനെ ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 0.5% എങ്കിലും വോട്ടർമാരെ അത് സ്വാധീനിക്കാനായിട്ട് ഇടയാക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെയാലും നമുക്ക് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഇടതുപക്ഷത്തു നിന്ന് ഉള്ള ആളുകൾ ഇടതുപക്ഷം വിട്ട് പുറത്തേക്ക് പോകുന്ന അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ഇടതുപക്ഷം സ്വീകരിക്കാത്ത പക്ഷം സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചാൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടികൾ ഒരുപക്ഷെ CPM-ന് ഏൽക്കേണ്ടതായിട്ട് വരും എന്നുള്ള യാഥാർത്ഥ്യം അവരുടെ മുതിർന്ന സഖാക്കന്മാർ ഉൾക്കൊള്ളട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.